ഹലോ ഗായ്സ്, നമുക്കിന്ന് ഈ ഊള ലുക്ക് മാറി സുന്ദരിയായാലോ? ഊള ലുക്കൊന്ന് മാറ്റിയിട്ട് ഓക്കെ. അന്നേരം കുറേ നാളായിട്ട് ഞാനൊന്ന് ഫുള്ളായിട്ട് മേക്കപ്പൊക്കെ ചെയ്തൊന്ന് ഒരുങ്ങിയിട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് അങ്ങനെ റെഡി ആയിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനാണ് ഞാൻ ലാസ്റ്റായിട്ട് ഒരു ഫുൾ ഇതായിട്ട് മേക്കപ്പ് ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. സാധാരണ ഞാൻ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഐബ്രോസ് ഫില്ല് ചെയ്യും, ലിപ്സ്റ്റിക് ഇടും, കണ്ണെഴുതും. ഇപ്പം തോന്നുകയാണെങ്കിൽ കൺസീലർ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ അവിടെ കറുപ്പ് അതൊന്ന് ഹൈഡ് ചെയ്യും കേട്ടോ. അല്ലാതെ ഞാൻ അങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് അങ്ങനെ ഒരുങ്ങി പോകുന്നതും അങ്ങനെയൊക്കെ വളരെ കുറവാണ്. പണ്ട് ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു, ഞാൻ ഇങ്ങനെയേ അല്ലായിരുന്നു. നമ്മൾ എവിടെ പോയാൽ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നല്ല ഒരുങ്ങി ഇതാക്കിയായിട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഫുൾ ഇതായിട്ട് മേക്കപ്പ് ചെയ്ത് പോകത്തില്ലേ, അതേപോലെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്കറിയത്തില്ല, ഇപ്പം ഞാൻ എൻ്റെ ചിന്താഗതികളൊക്കെ മാറി വന്നു. അതെന്താണെന്ന് എനിക്കും നമ്മൾ വളരുന്നതനുസരിച്ച് ഭയങ്കര മാറ്റങ്ങളും വരുമല്ലോ നമുക്കിങ്ങനെ പ്രായമാവുന്നതനുസരിച്ച്, ഏജ് വരുന്നതനുസരിച്ച്. അതാട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്നെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ഇത് ഞാനങ്ങ് ഒരുപാട് മാറിപ്പോയി പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അന്നേരം ഇതിപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്നതൊക്കെ എൻ്റെ ചേച്ചിയുടെ സാധനങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, ഏതൊക്കെ ബ്രാൻഡാണെന്നൊന്നും കറക്റ്റായിട്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നാൽ അന്നേരമാണ് എനിക്ക് കത്തിയത്. ഞാൻ ഡ്രസ്സ് കൊണ്ടുവന്നു, പക്ഷേ എനിക്ക് ഒരുങ്ങുന്ന സാധനം കൊണ്ടുവന്നില്ല. പിന്നെ അവിടെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. കൺസീലറൊക്കെ ഞങ്ങൾക്ക് ഏകദേശം എല്ലാം ഒരേ ഷെയ്ഡാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ വെച്ച് ഒപ്പിക്കാം. എല്ലാം ഏകദേശം ഒരേ ഷെയ്ഡായതുകൊണ്ട് തന്നെ പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാനങ്ങ് ഒരുങ്ങുവാണ്. ഇത് വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്കപ്പ് അറിയുന്ന ഒരാളൊന്നും അല്ല ഞാൻ. അവിടെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഒരുങ്ങുക കേട്ടോ. നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കണം, കുറച്ച് വീഡിയോ എടുക്കണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അതിൻ്റെ രീതിയിലൊന്ന് ഒരുങ്ങിയെടുക്കുന്നു. പക്ഷേ ഷോർട്ട് വീഡിയോക്ക് തന്നെ എടുത്തു കേട്ടോ ഞാൻ ഈ വീഡിയോ. പിന്നെ ഞാൻ ലെന്ത് ഒന്ന് കൂടിപ്പോയി, ഞാൻ വെച്ച് ലോങ് വീഡിയോ ആയിട്ടൊന്ന് ചെറിയ ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി നമ്മുടെ ചാനൽ. അതുകൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഇടാമെന്ന് കരുതി കേട്ടോ. ഇങ്ങനെ ഒരുപാട് വലിയ വീഡിയോസ് ഇട്ട് ബോറടിപ്പിക്കുന്നതിനെക്കാട്ടി നല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇടുന്നതല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ കണ്ണിൽ താജ്മഹൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൈറ്റ് കളർ ഇതാട്ടോ ഐ ഷാഡോ ആട്ടോ ഇടുന്നത്. എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടോ ഐ ഷാഡോ ഒക്കെ, പക്ഷെ ഞാൻ അത് ഇടുന്നുണ്ടോ എന്ന് പോലും എനിക്ക് അതൊക്കെ അവിടെ ഉണ്ടോ എന്നാണ് എൻ്റെ ഏറ്റവും ഡൗട്ട്. കാരണം ഞാൻ ഉപയോഗിക്കാറ് പോലുമില്ല. എന്തിനാ അതൊക്കെ ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. എനിക്കൊന്ന് അത് ഞാൻ മേടിച്ചല്ലോ കേട്ടോ. എനിക്ക് അനഘേച്ചി തന്നെയാണ് ചേച്ചിയുടെ ഫ്രണ്ട്. ചേച്ചിക്ക് മേടിച്ച് ഞാൻ കൊടുത്തതാണ്. ചേച്ചി പറഞ്ഞിട്ട് ചേച്ചിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് കൊടുത്തത് കേട്ടോ. അത് അവസാനം എൻ്റെ കയ്യിൽ തന്നെ വന്നു. അപ്പം ഞാനിങ്ങനെ ഉപയോഗിക്കാതെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ കണ്ണെഴുതി, എനിക്ക് ഏറ്റവും പാട് ഈ ഐലൈനർ വരയ്ക്കുക എന്ന് പറയുന്നത്. കാരണം ഈ കണ്ണി വരച്ച് കറക്റ്റായിട്ട് ഞാൻ അടുത്ത കണ്ണിലോട്ട് വരയ്ക്കുമ്പം വരച്ച് അതിൻ്റെ വീതി അങ്ങ് കൂടിപ്പോവും. ഞാൻ വീതി കുറച്ച് വരയ്ക്കണം. പിന്നെ ഈ കണ്ണിങ്ങനെ കണ്ണൊക്കെ നീട്ടി എഴുതത്തില്ലേ, അങ്ങനെയൊക്കെ വരയ്ക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ശരിയായി വരത്തില്ല. പിന്നെ ഇന്ന് ഏകദേശം എന്തോ കറക്റ്റായിട്ട് വന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തു എന്ന് പറയാം. പിന്നെ കണ്ണിന് താഴെ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുറേ നാളാട്ടോ ഇങ്ങനെ താഴെ എഴുതിയിട്ട് ഐലൈനർ മാത്രം ഇപ്പം കുറേ നാൾ വരയ്ക്കുന്നുണ്ട്. എനിക്ക് എന്താണ് പറ്റിയെന്ന് പറഞ്ഞില്ലേ, എന്തൊക്കെയോ മാറ്റങ്ങൾ എനിക്ക് വരുന്നുണ്ട്. അന്നേരം അതൊക്കെ ഇട്ട് പിന്നെ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ബ്ലഷില്ല, ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചാണ് ബ്ലഷൊക്കെ ഇടുന്നത്. ഇവിടെ അവളെ ഇരിപ്പുണ്ട്, അങ്ങനെ അതെടുത്ത് ഇടുന്നുണ്ട്. പക്ഷേ ഇട്ടിട്ടും വീഡിയോയ്ക്കകത്ത് നോക്കുമ്പോഴത്തേക്കും കളറില്ലാത്ത പോലെ ആയിട്ട് തോന്നുന്നു. പക്ഷേ നല്ല രീതിയിൽ കളർ, ഒരുമാതിരി ഒരു ലൈറ്റ് പിങ്ക് കളർ പോലത്തെ ന്യൂഡ് കളർ, ഒരുമാതിരി അങ്ങനത്തെ കളറാട്ടോ. അതിങ്ങനെ ഹൈലൈറ്റർ ഒന്നും ഉള്ള കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഐ ഷാഡോ പാലറ്റിൽ ഇത് തന്നെ എടുത്തൊന്ന് ഗോൾഡൻ കളറുടെ ഹൈലൈറ്റർ അവിടെ യൂസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഹൈലൈറ്റൊക്കെ ചെയ്ത് കൊടുത്ത് നിങ്ങളേക്കും എവിടെ പോകാൻ ഇത്രയും ആഡംബരമൊന്നും വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, വീഡിയോ എടുക്കാൻ പോകാൻ തന്നെയാണ്. പിന്നെ ഇത് മൊത്തം ഇങ്ങനെ ഒരുങ്ങുമ്പോൾ എനിക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക്, എനിക്ക് ഇവളെ കയ്യിലിരിക്കുന്ന എൻ്റെ ചേച്ചിയുടെ ഇരിക്കുന്ന മൊത്തം എന്ന് വെച്ചാൽ ന്യൂഡ് കളറാട്ടോ. ന്യൂഡ് കളർ ഏകദേശം ന്യൂഡെന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഏകദേശം ഒരേ കളറാണ്, ബ്രൈറ്റ് കളറൊന്നുമില്ല. എനിക്കാണെങ്കിൽ ബ്രൈറ്റ് കളേഴ്സ് ആട്ടോ കുറച്ചും കൂടി ഇഷ്ടം. ഇതാണ് ഞാൻ അവിടെയുള്ള എനിക്കൊന്ന് എല്ലാ ലിപ്സ്റ്റിക്കും എടുത്ത് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതെനിക്ക് മേബിലിൻ്റെ ലിപ്സ്റ്റിക്കാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. അതും ഈ ഒരു ഇതിട്ടോ. ഇതിൻ്റെ പുറത്ത് ഞാൻ പിന്നെ അടുത്തൊരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടു. അത് കഴിഞ്ഞ് അടുത്ത് നമ്മുടെ ഡാസ്ലിയറിൻ്റെ ലിപ്സ്റ്റിക്കില്ലേ, അത് വൈറൽ ലിപ്സ്റ്റിക്ക്, അതും കൂടി ഇട്ടു. അന്നേരം എനിക്ക് സമാധാനമായത് കേട്ടോ. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കളർ ആയി. പിന്നെ വേറെ ലിപ്സ്റ്റിക്ക് ഇല്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വെച്ചിട്ട് വേറെ ഷെയ്ഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതങ്ങ് ഓക്കെ ആക്കി കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അല്ലാതെ കണ്ടപ്പോഴത്തേക്കും. അന്നേരം ഒരു പൊട്ടും കൂടെ അങ്ങ് വെച്ച് കൊടുത്തു. അന്നേരം ഞാൻ സുന്ദരിയായോ ഇല്ലെന്ന് നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യുക. മുടി ഞാൻ ആദ്യമേ അയച്ചിടാൻ നടക്കരുത്, പിന്നെ വിചാരിച്ചു വേണ്ട. എൻ്റെ മിക്കതും ചോദിച്ചിട്ടുണ്ട്, ഈ മുടി അതിൻ്റെ ചുരുണ്ട് കിടക്കുന്നു, ചുരുട്ടിയിടുന്ന അല്ല കേട്ടോ. ഇതിൻ്റെ മുടിയിൽ നിന്ന് കുറച്ച് നേരം കൊണ്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ മുടി ചുരുണ്ട് പോലെ ഇരിക്കും കേട്ടോ. ഇരിക്കുന്നല്ല, ചുരുണ്ട് കിടക്കും. അത് കഴിഞ്ഞ് മുടി ഇങ്ങനെ കെട്ടി കേട്ടോ. പിന്നെ ഈ മാലയും കമ്മലും ആയിട്ട് വളയും നമ്മൾ തന്നെ പേജായിട്ടുള്ള ട്രെൻഡ് ജുവൽസിലെ കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പേജ് ഒന്ന്. നമുക്ക് അടുത്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യുക.